ഹലോ ഗായ്സ്, ഞങ്ങൾ ഇന്ന് ഞങ്ങളുടെ ബുക്ക് തിരികെ മേടിക്കാൻ പോകുകയാണ്. അപ്പുമാമൻ്റെ അമ്പലത്തിലേക്കാണ് പോകുന്നത്. അപ്പുമാമൻ്റെ അമ്പലം എന്ന് വെച്ചാൽ കല്ലായി ക്ഷേത്രം. അമ്മച്ചനും അപ്പുമാമനെ അറിയാം. ഞങ്ങൾ കാറ് വഴിയായിരുന്നു കല്ലായി ക്ഷേത്രത്തിലേക്ക് പോകുന്നത്. ഇവിടെ നിന്ന് കുറച്ചൊക്കെ ദൂരമുണ്ട് കേട്ടോ അങ്ങോട്ട് പോകാൻ. അച്ഛനായിരുന്നു വണ്ടിയിലിരുന്ന് കാർ ഓട്ടുന്നത്. അതിൻ്റെ സൈഡിൽ ദ്രവണികയും അമ്മയും ധ്രുവത്തും ഇരിക്കുന്നുണ്ടായിരുന്നു. ഓരൊക്കെ ഫോണിൽ വീഡിയോ എന്തോ എടുക്കുകയായിരുന്നു. പോകുമ്പോൾ കാറിലിരുന്ന് അമ്മമ്മയും അമ്മച്ചനും അമ്മയും ഒക്കെ ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്താണെന്ന് എനിക്കറിയില്ല. പോകുമ്പോൾ അമ്മച്ചനോട് കഥ പറയാ, അമ്മമ്മേനോട് കഥ പറയാ, എന്നോട് കഥ പറയാ. അമ്മമ്മ ഒന്നായിക്ക് അമ്മമ്മൊക്കെ കഥ പറയുന്നുണ്ടായിരുന്നു അമ്മച്ചനോടൊക്കെ. ഇതാണ് ഞാനിപ്പോൾ അമ്മേനെ കാണിച്ചത്. ഇതാ അമ്മേൻ്റെ മുഖത്ത് ഫോൺ വെക്കണ്ടെന്ന് അമ്മ പറഞ്ഞു കണ്ട് ഇന്നെ വെക്കാൻ സമ്മതിച്ചില്ല. ഇനി ഞാൻ അച്ഛനെ കാണിച്ചു തരാം. അച്ഛൻ്റെ മുഖത്തോട്ട് വെക്കാൻ കുറച്ച് പാടാണ്. അതിനോണ്ട് ഞാൻ ഇപ്പം തന്നെ കാണിച്ചു തരാം. അച്ഛനെ കാണിക്കാൻ കഴിയൂല, കാരണം അച്ഛൻ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുക. അതിനോണ്ട് അച്ഛനെ കുറച്ച് കഴിഞ്ഞാലേ കാണിക്കാൻ കഴിയുള്ളൂ. അച്ഛൻ പറഞ്ഞാലേ അച്ഛനെ കാണിക്കാൻ കഴിയുള്ളൂ, കാരണം അച്ഛൻ വണ്ടി ഓടിക്കുകയാണ്. ഈസി. അച്ഛൻ്റെ മുഖം ഉടനെ തന്നെ ഈ വീഡിയോയിൽ വരുന്നതായിരിക്കും. അച്ഛൻ്റെ മുഖം കാണാതെ ഈ വീഡിയോ ഒന്നും ആരും പോവത്തില്ല. അച്ഛൻ്റെ വീഡിയോ കാണണമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നോക്കണം. അച്ഛൻ്റെ വീഡിയോ ഇതാ ഞങ്ങൾ കാട്ടാൻ നോക്കുകയാണ്. കാട്ടാൻ കഴിയില്ല, അച്ഛൻ്റെ മുഴുവൻ തലയും കാട്ടാൻ കഴിയില്ല. ഇതാ ഇപ്പം കാട്ടിത്തരാം. ഇതാ അച്ഛനും ഫുൾ മുഖം. ഇതാണ് അച്ഛൻ ഞങ്ങളുടെ അച്ഛൻ ഞങ്ങളുടെ അച്ഛൻ വണ്ടി ഓടിക്കാനതുകൊണ്ട് കുറച്ച് സമയം അച്ഛൻ്റെ മുഖത്ത് വെക്കാൻ കഴിയുള്ളൂ. അമ്മേനെ ഈ വീഡിയോയിൽ കുറച്ച് നേരം പതിഞ്ഞുള്ളൂ, അതൊക്കെയറിയാം. അതിനോണ്ടല്ലേ ഞാൻ അച്ഛൻ്റെ മുഖം മാത്രം കൂടുതലാക്കിയെടുത്ത്. ഇവിടെ അമ്മച്ചനും അമ്മമ്മയും ഒക്കെ കാറിൽ സുഖമായിട്ടിരുന്ന് മുന്നോട്ട് നോക്കി ഒക്കെ കണ്ടു പോവാ. അങ്ങോട്ട് പോകുന്ന നോക്കി കുറേ ഇലയൊക്കെ കണ്ട് അതും ഞാൻ വീഡിയോ പതിച്ച്. ഒന്നും വിടാൻ പാടില്ല. പിന്നെ അതാ അവിടെ റിസോർട്ട് പോലെ എന്തോന്നുണ്ട്. ആ റിസോർട്ട് തന്നെയാണോന്ന് എനിക്കൊന്നും അറിയില്ല. എനിക്കറിയില്ലല്ലേ പിന്നെ ഞാൻ എന്തിനാ വീഡിയോ എടുക്കാൻ നിൽക്കുന്നേ അല്ലേ? നിങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞാലും ഞാൻ വീഡിയോ എടുക്കും. നിങ്ങളെന്താക്കൂ? നിങ്ങൾ എൻ്റെ വീഡിയോ കാണണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഒക്കെ ചെയ്യണം. എല്ലാവർക്കും ഈ വീഡിയോ ഷെയറും ചെയ്യണം. ഇതാ ഇത് മാളല്ല, ഇത് സ്റ്റോറിന് മുന്നിൽ കൂടിയൊക്കെ ഞങ്ങൾ ഇതാ പോകുന്നു. ഇതാ റോഡെത്തി ടൗണിലേക്ക് ഞങ്ങൾ പോവാ. ടൗണിൻ്റെ കുറച്ചടുത്താണ് കല്ലായി ക്ഷേത്രം. അങ്ങോട്ട് പോണതിൽ കുറച്ച് പാടൊക്കെയാണ്. അങ്ങോട്ട് പോണതിൽ കുറച്ച് കിലോമീറ്റർ പോകണം, എന്നാലേ അവിടെ എത്തുള്ളൂ. അവിടേക്ക് കയറാനുള്ള വഴി കുറച്ച് ചെറുതാണ്. അതിനോണ്ട് കാറ് കയറുമോ ആവോ ആർക്കറിയാം, നോക്കാം. ഇതാ ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. ഞങ്ങളുടെ ലക്ഷ്യം എന്താണ്? കല്ലായി ക്ഷേത്രം ആണ്. ഞങ്ങളുടെ ലക്ഷ്യം കല്ലായി ക്ഷേത്രം. അങ്ങനെ പറഞ്ഞു തീരുന്നപ്പോൾ തന്നെ ഒരു മഴയും. മഴ കാരണം മുന്നോട്ടൊന്നും കാണുന്നില്ല ഇനി അച്ഛന്. അതിനോണ്ട് അച്ഛന് വൈപ്പറുണ്ട് എന്ന് വന്നു. ഇനി മുന്നത്തെ ക്ലാസ്സിൽ കൂടെ അച്ഛനെ കാണില്ലായിനോ ഒന്നും എനിക്കറിയില്ല. പക്ഷെ അച്ഛൻ കാറോട്ടി പോകുന്നുണ്ടായിരുന്നു. ദാ വൈപ്പർ അച്ഛൻ സ്പീഡിലിട്ടു. മഴയും നല്ല സ്പീഡ് പെയ്യുന്നുണ്ട്. അതിനോണ്ട് ഞങ്ങൾ വലിച്ചുകൊണ്ട് കല്ലായി ക്ഷേത്രത്തിലേക്ക്. ലക്ഷ്യം കല്ലായി ക്ഷേത്രമാണ്. അങ്ങനെ പാട്ട് പാടി കല്ലായി ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ വീണ്ടും നല്ല മഴ തുടങ്ങി. ഈ മഴേനെ കൊണ്ട് വയ്യ. എപ്പോൾ നോക്കിയാലും കൊണകൊണ പെയ്യും. നന്നായി മഴ പെയ്ത് വണ്ടീൻ്റെ മുന്നത്തെ ഗ്ലാസ് ക്ലീനായി. അതാ സിഗ്നൽ കാരണം വണ്ടി നിർത്തേണ്ടി വന്ന്. ഇതെന്താണിത്? പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്തില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്തില്ലെങ്കിൽ കൂട്ടുകാർക്ക് ഷെയറൊന്നും ചെയ്ത് കൊടുക്കുക. ഇത്രയല്ലേ ഞാൻ പറയുന്നുള്ളൂ, വേറൊന്നും പറയില്ലല്ലോ. അതിനോട് നിങ്ങൾ അതായിട്ട് വേഗം ചെയ്യുക. വണ്ടിയൊക്കെ ഞങ്ങളെ സൈഡിൽ കൂടെ ചെറുപറ പോകുന്നുണ്ട്. മഴയും ആകാശത്തുനിന്ന് ചെറുപറ പെയ്യുന്നുണ്ട്. രണ്ടിനെ കൊണ്ടും കുഴപ്പമില്ല.
വണ്ടീനെ കൊണ്ട് ഒരു കുഴപ്പമില്ല, മഴേനെ കൊണ്ടാണ് കുഴപ്പം. മഴ കാരണം മുന്നിൽ വൈപ്പർ ഇട്ടേ പറ്റൂ, ഇല്ലേലും മുന്നിലത്തെ ഒന്നും കാണില്ല മഴ കാരണം. അങ്ങനെ കല്ലായി ക്ഷേത്രത്തിലേക്ക് എത്താനായില്ല, ഇനിയും കുറേ ദൂരമുണ്ട് കല്ലായി ക്ഷേത്രത്തിലേക്ക്. ഈ കല്ലായി ക്ഷേത്രത്തിൻ്റെ ഒരു കാര്യം, എത്ര ദൂരെ കൊണ്ടുപോയി പണിത് വെച്ച ഈ ക്ഷേത്രം മനുഷ്യനെ വരാൻ തന്നെ കുറേ പാടാ. അപ്പോൾ ഗായ്സ്, ഇതാണ് സെൻട്രൽ ജയിൽ. വലിയ വലിയ മതിലൊക്കെ പണിതെത്തിയിട്ടുണ്ട് ഇവിടെ. അതെന്താണെന്ന് വെച്ചാൽ ഈ ജയിലിൻ്റെ ഉള്ളിലെ വലിയ വലിയ ചാട്ടക്കാരൊക്കെ ഉണ്ട്. ആ ചാട്ടക്കാരിലെ മതിൽ ചാടിക്കട പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയാണ് അവിടെ വലിയ മതിലുണ്ടാക്കി വെച്ചത്. മനസ്സിലായോ? അത്ര മനസ്സിലായാൽ മതി. അവിടെ ചിലപ്പോൾ കുറേ പ്രസനേഴ്സ് ഉണ്ടാവും, ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതൊന്നും നോക്കണ്ട, നമുക്ക് ഈ പാലത്തിൽ കൂടി നേരെ കല്ലായി ക്ഷേത്രത്തിലേക്ക് പോവാം. ഇത്രയും ദൂരെ പോവാൻ എത്ര പാടാ, കുറേ ദൂരം വണ്ടി ഓടിച്ച് വന്ന്. ഞാൻ എന്തിനാ പറയുന്നത്? അച്ഛനല്ലേ ഓടിക്കുന്നത്, അച്ഛനല്ലേ പറയേണ്ടത്, ഞാൻ എന്തിനാ പറയുന്നത്? ഇതിൻ്റെയൊക്കെ ഒരു കാര്യം, ഈ പാലം തന്നെ കയറാൻ നല്ല പാടെടുക്കുന്നുണ്ടാവും അച്ഛന്. എനിക്കല്ല, അച്ഛന്. കാരണം അച്ഛനാണ് വണ്ടി ഓടിക്കുന്നത്, ഞാനല്ല. ഞാനത് പൊട്ടത്തര പറയുന്നതെന്ന് ഞങ്ങൾ വിചാരിക്കും. അപ്പം കാരണം അതുകൊണ്ടാണ് ഞാൻ പൊട്ടത്തരം പറയാത്തത്. പൊട്ടത്തരം പറഞ്ഞുകൊണ്ടിരുന്നാൽ ഞാൻ പൊട്ടനാവും. പൊട്ടനായ പിന്നെ പൊട്ടനായി തന്നെ ജീവിക്കണം. അതുകൊണ്ട് ഞാൻ ഇനി കുറച്ച് പൊട്ടത്തരം പറയാതെ നിൽക്കാം. അതായിരിക്കും എനിക്കും നിങ്ങൾക്കും നല്ലത്. അതൊക്കെ വിട്, ഇനി നമുക്ക് കല്ലായി ക്ഷേത്രത്തിലേക്ക് പോവാം. ഇതാണ് നമ്മളെ കല്ലായി ക്ഷേത്രത്തിലേക്ക് പോകാനുള്ള വഴി. ഈ ചെറുതല്ല, ഞാൻ വിചാരിച്ചു ചെറുതായിരിക്കുന്നു. അതൊന്നും സാരില്ല, നമുക്ക് കല്ലായി ക്ഷേത്രത്തിലേക്ക് പോയാൽ മതി. നമ്മൾ വേറെ ഒന്നല്ല നോക്കണ്ട്, നമ്മളെ ലക്ഷ്യം കല്ലായി ക്ഷേത്രം. അപ്പോൾ കല്ലായി ക്ഷേത്രത്തിലേക്ക് മാത്രം പോയാൽ മതി, വേറെ എങ്ങോട്ടും പോകണ്ട. നമ്മുടെ ലക്ഷ്യം കല്ലായി ക്ഷേത്രം, നമ്മുടെ ലക്ഷ്യം കല്ലായി ക്ഷേത്രം, നമ്മുടെ ലക്ഷ്യം കല്ലായി ക്ഷേത്രം, നമ്മുടെ ലക്ഷ്യം കല്ലായി ക്ഷേത്രം. ഗൈസ്, കല്ലായി ക്ഷേത്രം എത്താനായി. അപ്പോഴത്തേക്ക് ഇതാ വണ്ടികളൊരു ബ്ലോക്ക്. എന്താണ്? വണ്ടികളൊരു ബ്ലോക്ക്. അങ്ങനെ ആ വണ്ടി മുന്നോട്ട് പോയി. ഇനി ഞങ്ങൾക്ക് കല്ലായി ക്ഷേത്രത്തിലേക്ക് സുഖമായിട്ട് പോകാം. ആ വണ്ടി ഇനി അവിടെ ഒന്നും നിർത്താഞ്ഞാൽ മതി. പറഞ്ഞിട്ടേ ഉള്ളൂ, അപ്പോഴത്തേക്കും അതാ അവിടെ നിർത്തിയേക്കുന്ന. എന്താണ് ഈ വണ്ടിയൊക്കെ? മനസ്സിൽ പറയുന്നൊക്കെ ആട്ട് കേൾക്കും, എന്നിട്ട് അവിടെ നിൽക്കൂ. എന്താണ് ഇതിന് വല്ല പവറട്ടുണ്ടോ ഈ വണ്ടികൾക്ക്? മനുഷ്യനൊന്നും സ്വസ്ഥമായിട്ട് കല്ലായി ക്ഷേത്രത്തിലേക്ക് പോകാനും സമ്മതിക്കില്ല. എന്താണിത്? ഒന്ന് മാറിക്കേ വണ്ടി. അങ്ങനെ ഞങ്ങൾ കല്ലായി ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് കയറിയിരിക്കുന്നു. കല്ലായി ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ കുറേ വണ്ടിയുണ്ട്. ഈ വണ്ടികളൊക്കെ അപ്പുമാമനും അമ്മച്ചനും ഒക്കെ പൂജിക്കുണ്ടാവും ചിലപ്പോൾ അപ്പുമാമൻ വണ്ടികളെ. ഏതെങ്കിലും വണ്ടീൻ്റെ മുകളിൽ കുറേട്ടം കണ്ട അതിൻ്റെ അർത്ഥം വണ്ടികളെ അപ്പുമാമൻ പൂജിക്കുന്നുണ്ട്. മനസ്സിലായോ? ഞങ്ങൾ വേഗം ബുക്ക് മേടിച്ച് പ്രാർത്ഥിച്ച് പോട്ടെ. മറന്നുപോയി, ഞങ്ങളെ ചെയിനൊക്കെ വിളക്കിക്കല്ലേ, മറന്നുപോയി. ഞാൻ ഈ സമയം കൊണ്ടുവരും ഒക്കെ മറന്നേ പോവും. ഇതിൻ്റെ ഒരു കാര്യമില്ലേ. മഴ ആയതുകൊണ്ട് ഇവിടെ കുറച്ച് ചളിയൊക്കെ ഉണ്ട്, അതൊന്നും സാരില്ല. അമ്പലമല്ലേ, അമ്പലത്തിൽ കുറച്ച് ചളിയൊക്കെ ഉണ്ടാവും. നമ്മൾ ബുക്ക് മേടിക്കാൻ വന്നല്ലേ, അപ്പോൾ ബുക്ക് മേടിച്ച് പോവുക, അത്രേ ഉള്ളൂ. പിന്നെ പ്രാർത്ഥിക്കുകയും ചെയ്യാം. പ്രാർത്ഥിച്ച് ബുക്ക് മേടിച്ച് പോവുക, അത്രേ ഉള്ളൂ. നമ്മളെ ലക്ഷ്യം അതൊക്കെ തന്നെയാണ്. നിങ്ങളെ ലക്ഷ്യം ഇവിടെ വന്നാൽ എന്തായിരിക്കുമാവോ, അതൊന്നും എനിക്കറിയില്ല. അത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണം, അല്ലാണ്ട് ഞാൻ പറയില്ല. അമ്പലത്തിന് മുന്നിൽ കുറേ ആൾക്കാരതാ നിൽക്കണ, എങ്ങനെ തൊഴും. അവസാനം ഞങ്ങൾ ഇവിടെ നിന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും തറ തുടങ്ങാനായി. ഇവിടെ ഇപ്പോൾ ഒരാട്ടവും തുള്ളലും വെട്ടും കുത്തും ഒക്കെ നടക്കും. നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ നിങ്ങൾക്ക് നല്ലോണം കാണാം. സ്കിപ്പ് ചെയ്താൽ പിന്നെ ഒന്നും കാണാൻ കഴിയില്ല. സ്കിപ്പ് ചെയ്യുന്നവർ കിടക്കയിൽ ഇന്നവർ കിടക്കുമ്പോൾ ഓരോ മേത്ത് സ്പൈഡർ കടിക്കട്ടെ. നമുക്ക് സ്പൈഡർ കടിക്കണമെങ്കിൽ നിങ്ങൾ സ്കിപ്പാക്കാതെ ഈ വീഡിയോ സബ്സ്ക്രൈബും ലൈക്കും ഒക്കെ ചെയ്തോ. ഇത് തറ തുടങ്ങി വെട്ടും കുത്തും ചിലപ്പോൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഇവിടുത്തെ തറ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഒന്നും മിണ്ടണ്ട.
ഇത് കേട്ട് കണ്ട് കുത്തിരിഞ്ഞാൽ മതി. നിങ്ങൾ ഫോണിലോ ലാപ്ടോപ്പിലോ ടി വിയിലോ എന്തിലേലും കണ്ടാൽ മതി. കണ്ടാൽ മാത്രം പോരാ, സബ്സ്ക്രൈബും ലൈക്കും പിന്നെ ഓരോരുത്തർക്ക് ഷെയറും ചെയ്ത് കൊടുക്കണം. ആ ആ ആ ആ ഇതാ കത്തി കൊണ്ട് വീശുന്നു. ആ ആ ആ ഇതാ കത്തി കൊണ്ട് വീശുന്നു. ആ ആ ആ സമ്മതിക്കണം, ആ കത്തിയട്ടം കയറ്റിന്ന് കൊണ്ടാണ്ടല്ലോ പിന്നെ കഥ കഴിയും. പിന്നെ ഓരോ രക്ഷയ്ക്ക് ആരും വരൂല. വരും ആംബുലൻസ്. ആ അവർക്കൊക്കെ നല്ല പ്രാക്ടീസ് ഉണ്ടാവും. അതിനുകൊണ്ട് ഓരോ കഴുത്തിലോ കയ്യിലോ കാലിലോ ഒന്നും അത് തട്ടൂല. ആ കത്തി തട്ടിയാൽ പിന്നെ മുറിയൂലേ. മുറിഞ്ഞാൽ പിന്നെ ഒരു കുഴപ്പമില്ല. പക്ഷേ കയ്യട്ടം വെട്ടിപ്പോയാൽ പിന്നെ കൈ ഉണ്ടാവില്ല. ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും. ഹോസ്പിറ്റലിൽ പോയാൽ കാണിക്കാൻ പൈസയും കൊടുക്കണം. ഓക്കെ, ഇതൊക്കെ പറഞ്ഞ് ഈ ക്ഷേത്രത്തിന് വീഡിയോ എടുക്കാൻ പാടാന്നറിയാം നിങ്ങൾക്ക്? ഇല്ലല്ലോ, അതും കൂടി നിങ്ങൾക്ക് അറിയില്ല. എന്തേലും ഒന്ന് അറിഞ്ഞ് വെക്കണ്ടേ, ഇല്ലെങ്കിൽ ശരിയാവില്ലല്ലോ. ഞാൻ വീഡിയോ എടുത്തിരിക്കും. ആരാണ് ഇന്നത്തെ അറിയാൻ പറയുന്നത് ഓരോടൊക്കെ പോവാൻ പറയും. അല്ല പിന്നെ ഇവിടുത്തെ പ്രതിഷ്ഠ കൊടുങ്ങല്ലൂരമ്മയാണ് കേട്ടോ. ഇവിടെ കൊടുങ്ങല്ലൂരമ്മയാണ് പ്രതിഷ്ഠ. ഞങ്ങൾ പായസം ഒന്ന് മേടിക്കാൻ പോയി. പായസം ഞങ്ങൾക്ക് വേണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് പായസം ഇഷ്ടമൊക്കെയാണ്, പക്ഷെ അപ്പം വിശക്കില്ലായിരുന്നു. അതിനോട് ഞാൻ മേടിച്ചില്ല. അമ്മമ്മയൊക്കെ മേടിച്ച് ഞം 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 തിന്ന്. അമ്മയും അച്ഛനും ഒക്കെ തിന്ന്. എല്ലാവരും തിന്നുമ്പോൾ ഞങ്ങളിങ്ങനെ നോക്കി നിന്ന്. ഞങ്ങൾക്ക് വേണ്ടായിരുന്നു, എന്നാലും ഞങ്ങൾ നോക്കി നിന്ന്. വേണ്ടേലും നോക്കി നിൽക്കണം. അവിടെ നിന്ന് ഞങ്ങൾ ചായ മേടിക്കാൻ പോകും. പിന്നെ ഞാൻ അച്ഛൻ്റെ കൂടെ കുറച്ച് ഫോട്ടോ എടുത്ത് അമ്മയ്ക്കൊക്കെ ഫോട്ടോ എടുത്ത് കൊടുത്ത് അമ്മ നല്ല നിന്നും തന്ന്. പിന്നെ ഞങ്ങളും അച്ഛനും കൂടെ ഫോട്ടോ എടുത്ത് പിന്നെ ഒരു ഫാമിലി ഫോട്ടോ എടുത്ത്. ഇതിനെ ഫാമിലി ഫോട്ടോ ഒന്നും പറയാൻ പറ്റില്ല, കാരണം ഇതിൽ അച്ഛനായിരുന്നു വീഡിയോ എടുക്കുന്നത്. അതിനുകൊണ്ട് ഇതിനെ ഫാമിലി ഫോട്ടോ ഒന്നും പറയാൻ പറ്റില്ലല്ലോ.